ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സർവീസ് പുനരാരംഭിച്ച റോബിൻ ബസ് പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കാണ് ബസ് സർവീസ് നടത്തുന്നത്. മൈലപ്രയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് പരിശോധിച്ചു. യാത്രക്കാരുടെ പട്ടികയാണ് പരിശോധിച്ചതെന്ന് MVD അറിയിച്ചു. ഉദ്യോഗസ്ഥർ യാത്ര തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് നടത്തിപ്പുകാരൻ റോബിൻ ഗിരീഷ് ആരോപിച്ചു. റോബിൻ ബസ് ഇന്ന് വീണ്ടും സർവീസ് പുനരാരംഭിക്കുകയാണ്. പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്നുമാണ് കോയമ്പത്തൂരിലേക്ക് വീണ്ടും സർവീസ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ബസ് നടത്തിപ്പുകാരൻ റോബിൻ ഗിരീഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്ന് എങ്ങനെയാണ്, തടസ്സങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും തടസ്സങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ ആവശ്യം? കാരണം ഇല്ലെങ്കിൽ അവർ പറഞ്ഞ സ്റ്റാൻഡ് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അവർ വരും, വരാതിരിക്കാൻ പറ്റിയല്ല, അത് വരാം, തീർച്ചയായിട്ടും വരണം. കാരണം ഇന്ന് അവർ നോക്കാൻ വന്നില്ല എങ്കിൽ പൊതുജനം മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ എന്തോ കുറവ് വന്നു എന്നാണ്. അപ്പം നാളെ മുതൽ പൊതുജനം അവരുടെ കാര്യങ്ങൾക്ക് ചെല്ലുമ്പം അവരോട് ഈ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങും. അപ്പോൾ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അവർ വരുന്നത് അവർക്ക് നല്ലതായിരിക്കും എപ്പോഴും. ഇപ്പോൾ എത്ര ആളുകളാണ് ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്? എത്ര പേരുണ്ട്? 41 പേര്. റോബിൻ ഗിരീഷാണ് ഇപ്പോൾ റിപ്പോർട്ടറിനോട് സംസാരിച്ചത്. പ്രവീൺ പുരുഷോത്തമൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രവീൺ, വീണ്ടും ഒരു MVDയുടെ പരിശോധന AV ഗിരീഷ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് രാവിലെ MVD ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്? എപ്പോഴാണ് ബസ് പുറപ്പെട്ടത്? ലിമേഷ്, റോബിൻ ബസ് ഇന്ന് രാവിലെ 5 മണിക്കാണ് പത്തനംതിട്ടയിൽ നിന്നും പുറപ്പെട്ടത്. ഇപ്പോൾ നാം ഉള്ളത് ഈ ബസ്സിനകത്താണ്. ഇപ്പോൾ എരുമേലി കഴിഞ്ഞ് കാഞ്ഞിരപ്പള്ളി ഭാഗത്തേക്കാണ് ബസ് ഇപ്പോൾ യാത്ര തുടരുന്നത്. പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്കാണ് റോബിൻ ബസ് സർവീസ് നടത്തുന്നത്. 40-ലധികം ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ബസിന്റെ നടത്തിപ്പുകാരൻ റോബിൻ ഗിരീഷ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചിരുന്നു. പത്തനംതിട്ടയിൽ നിന്നും യാത്ര പുറപ്പെട്ട് 1.5 കിലോമീറ്റർ പിന്നിടുമ്പോഴേക്കും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ റോബിൻ ബസ് തടഞ്ഞു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ്സിനകത്ത് കയറി വിശദമായി പരിശോധിച്ചു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് യാത്രക്കാരുടെ പട്ടികയാണ് പ്രധാനമായും പരിശോധിച്ചത് എന്നാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ റോബിൻ ബസ്സിനകത്ത് പരിശോധന നടത്തി. ഇതിനിടെ റോബിൻ ബസിന്റെ നടത്തിപ്പുകാരൻ റോബിൻ ഗിരീഷ് ആ സ്ഥലത്തേക്ക് എത്തുകയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി അല്പം കയർത്ത് സംസാരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. അതേസമയം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് തങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു എന്നുള്ളതാണ്. പ്രധാനമായും യാത്രക്കാരുടെ പട്ടികയാണ് തങ്ങൾ പരിശോധിച്ചത്. അത് കൃത്യമായിട്ടുള്ള മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണെന്ന ഒരു കാര്യം കൂടി ഈ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കൂടുതൽ കാര്യങ്ങൾ, ഈ പരിശോധന സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി ഉന്നത ഉദ്യോഗസ്ഥർ പറയുമെന്നാണ് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. ഏതായാലും യാത്രക്കാരും ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ ഇന്ന് ഇപ്പോൾ കോയമ്പത്തൂരിലേക്ക് യാത്ര പുറപ്പെട്ടു. ഇടയ്ക്ക് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. നിങ്ങൾക്ക് യാത്രക്കാർക്ക് എത്ര ആശങ്കയാണുള്ളത് ഇക്കാര്യത്തിൽ? അത് കേട്ടോ, അവർക്ക് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കണം അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ഒരു കാരണം മാത്രം പറഞ്ഞാൽ പോരെ? മറ്റുള്ളവരുടെ അഭിപ്രായം അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാ പോകുന്നത് അത് അവർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. ബസ് ഓണറെ ബുദ്ധിമുട്ടിപ്പിക്കണം, അത് തന്നെ അവരുടെ ലക്ഷ്യം, വേറെ ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം റോബിൻ ബസ് സർവീസ് നടത്തിയപ്പോൾ വിവിധയിടങ്ങളിൽ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. പിഴ അടയ്ക്കേണ്ട കാര്യങ്ങളിലേക്ക് പോയിരുന്നു. പിഴ അടച്ചിട്ടാണ് വീണ്ടും സർവീസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത് നിങ്ങൾ യാത്രക്കാരെ സംബന്ധിച്ച് നിങ്ങൾ അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇപ്പം നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരിട്ടൊന്ന്, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നേരിട്ടൊന്ന് കാണണം, അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഡെയിലി ഇങ്ങനെ പിടിക്കേണ്ട കാര്യം എന്തോ? അവരവരുടെ ജോലി ചെയ്യുന്ന ഓക്കെ, ജോലിയുടെ ഭാഗമൊന്നും അല്ലത്. ഇത് കരുതി കൂട്ടിയുള്ളൊരു ഇത് തന്നെയാണ്. അത് നമുക്കിപ്പം ഊഹിക്കാനല്ലേ ഉള്ളൂ. ജോലിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ബസ് നമ്മൾ സർവീസ് തുടങ്ങി കഴിഞ്ഞാൽ അത് ഒന്ന് സർവീസ് തുടങ്ങുന്ന ആ സ്ഥലത്ത് പോയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇത് റണ്ണിങ് പോകുന്ന സ്ഥലത്തെല്ലാം ഈ പരിശോധന എന്തിനാ? എല്ലാ ജില്ലകളിലും ഇപ്പോൾ പോകുന്ന വഴിക്കെല്ലാം കാണും. അതും കൂടെ ഒന്ന് കാണാൻ വേണ്ടി തന്നെ നമുക്കും അറിയത്തില്ല ഇതിനെ കൂടുതൽ പറ്റി. നമ്മളൊന്ന് കണ്ടു കേട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയത്. റോബിൻ ബസ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പത്തനംതിട്ട എയർ ക്യാമ്പിലായിരുന്നു പിടിച്ചിട്ടിരുന്നത്. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും 82,000 രൂപയാണ് പിഴ ചുമത്തിയത്. ഈ 82,000 രൂപ റോബിൻ ബസിന്റെ നടത്തിപ്പുകാരൻ പിഴ അടച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ഈ വാഹനം വിട്ടു നൽകിയത്. പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഒരു ഉത്തരവും ഇക്കാര്യം സംബന്ധിച്ചുണ്ടായിരുന്നു. അതായത് ഒരു മാസത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സർവീസ് പുനരാരംഭിക്കുകയാണ്. റോബിൻ ബസ് അല്പസമയം മുൻപാണ് പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ബസ് പുറപ്പെട്ടത്.